കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ഒട്ടും എണ്ണ കുടിക്കാതെ അച്ചപ്പം നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു നാഴി പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ അത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. അതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇതിനെ അരിച്ച് വയ്ക്കുക. വെള്ളമെല്ലാം വാർന്നു പോകുന്നതിന് വേണ്ടി വയ്ക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറേശ്ശെ ഇട്ട് അതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം ഇടിയപ്പത്തിൻ്റെ അതേ രീതിയിലായിരിക്കണം പൊടിച്ചെടുക്കേണ്ടത്. അത് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങ നന്നായിട്ട് തിരികിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അതും പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. തേങ്ങാപ്പാൽ അച്ചപ്പത്തിന് തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. കാര്യം മണവും രുചിയും കൂടുതലായിരിക്കും ഈ തേങ്ങാപ്പാലിൽ അച്ചപ്പം ഉണ്ടാക്കുക. അതിനെയും അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു മുട്ട, നാഴി അരിക്ക് ഒരു മുട്ട എന്ന കണക്കിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കുക. അതും മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ച് അതിനെ നന്നായിട്ട് കൈ കൊണ്ട് വിരവിയെടുക്കുക. അതിനുശേഷം ഈ അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ച് അതും കൂടി നന്നായിട്ട് വിരവിയെടുക്കുക. തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിക്കരുത്, ഈ വെള്ളമായിപ്പോവും, പിന്നെ ബാറ്റർ റെഡിയായി വരില്ല. അതിനുശേഷം ഒരു കപ്പ് പഞ്ചസാര, ഇവിടെ ഒരു 7 സ്പൂൺ പഞ്ചസാര ഉണ്ട്, അതും കൂടെ ഇട്ട് നന്നായിട്ട് അത് കുഴച്ചെടുക്കുക. പഞ്ചസാര അലിയുമ്പോൾ കുറച്ചുകൂടെ വെള്ളമാവും, അപ്പോൾ അതനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് മധുരം ബാലൻസ് ചെയ്യാനാണ് ഇട്ട് വീണ്ടും കുഴയ്ക്കുക. പിന്നെ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും കുഴയ്ക്കുക. മാവ് ഒരുപാട് വെള്ളമാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല, അച്ചിൽ പിടിക്കണം. ആ രീതിയിൽ വേണം കുഴച്ചെടുത്ത് വയ്ക്കാനായിട്ട്. അത് നന്നായിട്ട് കലക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം എള്ളെടുത്ത് നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് 2 സ്പൂൺ എള്ളാണ് ഇട്ട് കഴുകി അതിനും വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ മാവിലേക്ക് ഈ എള്ളിട്ട് കൊടുത്ത് അത് നന്നായിട്ട് കലക്കി വയ്ക്കുക. അതിനുശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ, ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകും. അതും പോരാ, ഈ അച്ചും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചൂടാവും. ഒരുപാട് ചൂടാവാനും പാടില്ല, ചൂട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതിനു മുമ്പേ ഈ അച്ചിനെ ഒന്ന് പഴക്കിയെടുക്കണം. അത് എങ്ങനെയെന്ന് വെച്ചാൽ കാടിവെള്ളത്തിൽ വല്ലതും ഇട്ട് പഴക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് ഈ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് തയ്യാറാവും. ഇല്ലെങ്കിൽ ഇത് അച്ചിൽ നിന്ന് വിട്ട് വരില്ല. മാവിന് 1/4 ഭാഗം ഈ അച്ച് മുക്കിയതിന് ശേഷമാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഫുള്ളും മുങ്ങാൻ പാടില്ല, ഒരു 1/4 ഭാഗം മാത്രമേ മുങ്ങാൻ പാടുള്ളൂ. എണ്ണയിലിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ നല്ല ക്രിസ്പ് ആയിട്ട് മൊരിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. മാവിൽ മുക്കുക, അതിനെ അടുത്ത എണ്ണയിൽ മുക്കുക. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ബാക്കിയിരിക്കുന്ന മാവെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അച്ചപ്പം. 4 മണിക്ക് ചായയുടെ ഒപ്പം കഴിക്കാനൊക്കെ വളരെയധികം ടേസ്റ്റാണ്. നല്ല ക്രിസ്പിയായ അച്ചപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ കുറച്ച് നാൾ വരെ കേടുകൂടാതെ ഇരിക്കും. ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നാടൻ പലഹാരങ്ങളുടെ റെസിപ്പിക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട്
വരുന്നതായിരിക്കും.